തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ രാസലഹരി മരുന്ന് വേട്ട. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന 1.25 കിലോ MDMA-യും 17 ലിറ്റർ വിദേശ മദ്യവുമാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. സഞ്ജു, നന്ദു, ഉണ്ണികൃഷ്ണൻ, പ്രവീൺ എന്നിവരാണ് കേസിലെ പ്രതികൾ. മാർക്കറ്റിൽ 2 കോടിയോളം വിലമതിക്കുന്ന ലഹരിമരുന്നാണ് ഡാൻസ് ഓഫ് സംഘം പിടിച്ചെടുത്തത്. ഇതിൻ്റെ അകത്ത് ഇതെന്ന് കവറില്ലേ ഈ കവറിൽ സമീപകാലത്ത് സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ സിന്തറ്റിക് ഡ്രഗ് വേട്ടയാണ് കല്ലമ്പലത്ത് നടന്നത്. വിദേശത്ത് നിന്ന് ഈന്തപ്പഴത്തിന്റെ പെട്ടികൾക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരി കടത്തിയത്. മയക്കുമരുന്ന് മാഫിയയ്ക്കിടയിൽ ഡോൺ എന്ന് വിളിപ്പേരുള്ള സഞ്ജു ആണ് ലഹരിമരുന്ന് കടത്തിലെ മുഖ്യപ്രതി. സഞ്ജുവും സുഹൃത്തായ നന്ദുവും ചേർന്നാണ് വിദേശത്ത് നിന്ന് ലഹരിമരുന്ന് എത്തിച്ചത്. ഇവരെ രഹസ്യ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ് കേസിലെ മറ്റ് 2 പ്രതികളായ ഉണ്ണിക്കണ്ണനും പ്രവീണും. കല്ലമ്പലം ജംഗ്ഷനിൽ വെച്ച് ഇന്നോവ കാറിലും പിക്കപ്പ് ലോറിയിലുമായി എത്തിയ സംഘത്തെ അതിസാഹസികമായാണ് റൂറൽ ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. നിരവധി തവണ സഞ്ജു ഒമാനിൽ പോയി വന്നിട്ടുണ്ടെന്നും സമാനമായി ലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും റൂറൽ SP സുദർശൻ അറിയിച്ചു. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള സൈജു, ഈ പ്രതി ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൊണ്ടുവന്നത്. അതിനുശേഷം അവിടെ നിന്ന് കാറിൽ ഒരു വാടകയ്ക്കെടുത്ത പിക്കപ്പ് വാനിൽ ഇയാളുടെ നിർദ്ദേശപ്രകാരം ഈ സാധനം കടത്തിക്കൊണ്ട് കല്ലമ്പലം ഭാഗത്തേക്ക് വരികയായിരുന്നു. മാർക്കറ്റിൽ 2 കോടിയോളം രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. വിമാനത്താവളത്തിൽ ഇവ പിടികൂടാനാകാത്തതിന്റെ കാരണം വിശദമായി പരിശോധിക്കും. സൈബർ സെല്ലിന്റെ സഹായത്തോടെ കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.